നമസ്കാരം. ദുരിതങ്ങളിൽ നിന്ന് കരകയറാൻ സാധിക്കുക, മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുക, ഇതൊക്കെയാണ് മനുഷ്യ ജീവിതത്തിൽ പ്രധാന ആഗ്രഹങ്ങളായിട്ടുണ്ട്. ചില ആഗ്രഹങ്ങളൊക്കെ വെറും സ്വപ്നങ്ങളായിട്ട് തന്നെ നിലനിൽക്കാറുമുണ്ട് ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ. അതാണ് നമ്മൾ പറയാറുണ്ട്, പല വിധത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്, അത് പക്ഷേ അതങ്ങോട്ടൊന്നും നടക്കുന്നില്ല എന്നത്. എന്നാൽ വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള മാറ്റം നിങ്ങളുടെ എല്ലാവിധ സ്വപ്നങ്ങളെയും യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ്. ഈ 2025 ഏറ്റവും വലിയ 2 മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന വർഷമാണ്. അത് മാർച്ച് 29 നടക്കുന്ന മഹാശനിമാറ്റവും വ്യാഴമാറ്റവും. അതായത് വ്യാഴമാറ്റം വരുന്നത് മെയ് 14 അങ്ങനെ പ്രധാനപ്പെട്ട 2 മഹാമാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു വർഷം കൂടിയാണിത് 2025. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്ന വർഷം കൂടിയാണ്. സ്വപ്നങ്ങൾ വെറും സ്വപ്നങ്ങളായി മാത്രം ഇരിക്കുകയല്ല, നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുകയാണ്. അത് റിയാലിറ്റിയിലോട്ട് വരാൻ പോകുന്ന അവസരമാണ് ചില നക്ഷത്ര ജാതർക്ക് ഇനി വരാനായി പോകുന്നത്. ദീന, ദയ, ത്യാഗശീലം, അനന്തവിഹീനത, നീതിബോധം തുടങ്ങിയ വിധത്തിലുള്ള ഉത്തമ ഗുണങ്ങളുടെ ഇരിപ്പിടമായ ഗ്രഹമാണ് വ്യാഴം. ഒരു വ്യക്തിക്ക് നന്മയിൽ വേരൂന്നി മുന്നോട്ട് പ്രയാണം ചെയ്യുന്നതിനും തിന്മകളെ, ദോഷങ്ങളെ, ബുദ്ധിമുട്ടുകളെ ചെറുത്ത് സധൈര്യം മുന്നോട്ട് പോകുന്നതിനും വ്യാഴത്തിൻ്റെ അനുഗ്രഹം അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം പാതി വഴിയിൽ വീണുപോകും, തുടർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരും. ജീവിത വിജയം കൈവരിക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, പ്രയാസമുണ്ടാകും, ജീവിതത്തിൽ എങ്ങും എത്താത്ത. അതായത് ചില ആളുകൾ പറയാറുണ്ട്, ഒരു ഗതി പിടിക്കുന്നില്ല, എങ്ങനെ പോയാലും ബുദ്ധിമുട്ടുകൾ, ദിനം പ്രതി വീട്ടിൽ പ്രശ്നങ്ങൾ, അലച്ചിലുകൾ, കല്യാണ ജീവിതം അല്ലെങ്കിൽ വിവാഹ ജീവിതമായിട്ട് പോലും ഒരു നേരെ ചുവയായിട്ടില്ല, ബുദ്ധിമുട്ടുകൾ, അല്ലാതെ സമാധാനം എന്തെന്ന് അറിയുന്നില്ല. സ്വപ്നങ്ങളിൽ അല്ലെങ്കിൽ സിനിമകളിൽ മാത്രമേ ഉള്ളൂ സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതം കാണാൻ പറ്റുന്നുള്ളൂ. യഥാർത്ഥ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ സന്തോഷം എന്ത്, സമാധാനം എന്ത്, സുഖകരമായി ഒന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്ന് വിഷമിക്കുന്ന ആളുകൾ ധാരാളമായിട്ടുണ്ട്. ഇവിടെ അതിനുള്ള ഭാഗ്യമാണ് വരാൻ പോകുന്നത്. വ്യാഴമാറ്റം നിമിത്തം എല്ലാ നക്ഷത്രക്കാരിലേക്കും ഈ ഭാഗ്യം വരുന്നതുമില്ല. ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് മഹാഭാഗ്യമാണ് ഈ വ്യാഴമാറ്റം നിമിത്തം വരാൻ പോകുന്നത്. കൂടാതെ മാർച്ച് 29 മഹാശനിമാറ്റവും വരുന്നുണ്ട്. ആ ഒരു സമയം മുതൽ തന്നെ മാറ്റത്തിലേക്കാണ് നിങ്ങൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മെയ് മാസമൊക്കെ ആകുമ്പോൾ അത് ഭാഗ്യത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്താൻ പോകുന്നു. ഉച്ചസ്ഥായിൽ നിങ്ങൾ എത്തുമെന്നതിൽ സംശയത്തിൻ്റെ ആവശ്യമില്ല. കാരണം വീഴ്ചയിൽ നിന്ന് ഉയർച്ചയിലേക്കാണ് വ്യാഴം നിങ്ങളെ ഇവിടെ നയിക്കുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ പ്രാരാബ്ദങ്ങളിലും പെട്ട് ആകെ കരകാണ കടലിൽ കിടന്ന് ഉഴലുന്ന നിങ്ങൾക്കിവിടെ വ്യാഴം അനുകൂലത്തിലാണ് ഈ നക്ഷത്രജാതർക്ക് വരാൻ പോകുന്നത്. മെയ് 14 മുതൽ വ്യാഴത്തിൻ്റെ മറ്റൊരു പങ്ക് ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അവനിലെ സർവ്വ ചൈതന്യത്തെയും ശുദ്ധീകരിച്ച് ഒരു പ്രസരിപ്പ്, ഒരു തേജസ് ഒക്കെ ഉണ്ടാകുന്നതിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ലഭിക്കുന്നതിന് വ്യാഴം വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. വ്യാഴം അനുകൂലമല്ലാത്ത സ്ത്രീകളിലാണെങ്കിൽ ഉദരരോഗങ്ങൾ, തലചുറ്റൽ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം ഇതൊക്കെയും ഭവിക്കാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. അപ്പോൾ വ്യാഴം നമ്മൾക്ക് പലവിധത്തിലുള്ള ദോഷങ്ങൾ തരികയും ചെയ്യും, അതിലുപരി ഭാഗ്യവും തരുന്നുണ്ട്. സ്ത്രീകൾക്ക് വ്യാഴം അനുകൂലമല്ലാത്ത അവസ്ഥ വരുമ്പോൾ തലചുറ്റൽ, ചില ആളുകൾക്ക് എപ്പോഴും തലചുറ്റലുണ്ടാകും, ഏതെങ്കിലും ആളുകൾ തിരക്കുള്ള സ്ഥലത്തൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ തലവേദന തുടങ്ങിയ പലവിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ എന്താണ്, ഒരു ഊർജ്ജസ്വലമായ ജീവിതം നയിക്കുന്നതിനും സന്തോഷമായി പ്രസരിപ്പോടുകൂടി സത്യത്തെ സത്യമായി മിഥ്യയെ മിഥ്യയായി കണ്ട് മനസ്സിലാക്കാനുള്ള കഴിവ് കൂടി നൽകുന്നുണ്ട് വ്യാഴം എന്ന ഗ്രഹം. ഭാഗ്യം തരുക മാത്രമല്ല, നമ്മളിലേക്ക് എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായി എടുക്കാനും നെഗറ്റീവിനെ നെഗറ്റീവായി കണ്ട് തള്ളിക്കളയാനുമുള്ള കഴിവ് കൂടിയാണ് ഒരു മനുഷ്യനിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയിലേക്ക് വ്യാഴം നൽകുന്നത്. അപ്പോൾ ഈ ഒരു സമയം വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഇല്ലാത്ത, അതായത് ഏതെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുള്ള സ്ത്രീകളാണെങ്കിൽ, തലചുറ്റൽ അല്ലെങ്കിൽ മാനസികമായി പെട്ടെന്ന് എന്തെങ്കിലും കാര്യം കേൾക്കുമ്പോഴേ ടെൻഷൻ അടിച്ച് ചില ആളുകൾക്ക് വിറയൽ വരെ വന്ന് തിരക്കിലൊക്കെ വീഴാറുണ്ട്. ചില ആളുകൾ ചില മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ എക്സാമിനൊക്കെ പോകുമ്പോൾ ടെൻഷൻ വന്ന് ചില കുട്ടികളൊക്കെ കൈ വിറയൽ, കാരണം എക്സാം പോലും എഴുതാൻ പറ്റാതായിട്ടുള്ള ആളുകൾ ഇൻ്റർവ്യൂ ബോർഡിൽ ചെന്നിരിക്കുമ്പോൾ ഇൻ്റർവ്യൂ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് വ്യാഴത്തിൻ്റെ അനുഗ്രഹം കുറവുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടി വരുന്നത്.
നിങ്ങൾ ഈ ഒരു വെക്കേഷൻ സമയമാണ് വരാൻ പോകുന്നത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ ഇതിനൊക്കെ ഒരു മാറ്റമുണ്ടാകും. അതേപോലെ തന്നെ തിരുപ്പതി ക്ഷേത്ര ദർശനവും നടത്താൻ കഴിയുകയാണെങ്കിൽ ഇത് ഏതെങ്കിലും ഒരിടത്ത് പോയാൽ മതി. എല്ലാ ക്ഷേത്രത്തിലിരിക്കുന്ന ഭഗവാൻ ചൈതന്യം ഒന്ന് തന്നെയാണ്. ഗുരുവായൂർ പോകാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ തിരുപ്പതി ക്ഷേത്ര ദർശനം കഴിയുന്നവരാണെങ്കിൽ അങ്ങനെയൊന്ന് പോകാനായി ശ്രമിക്കുക. കൂടാതെ മഹാവിഷ്ണുവിന് മഞ്ഞ പട്ടുടയാട കൂടി ഒന്ന് സമർപ്പിക്കാനായി നിങ്ങൾ ശ്രമിക്കണം. ചെന്നാൽ മാത്രം പോരാ, ഈ ഒരു കാര്യവും കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്കുള്ള ആളുകളെ കാണുമ്പോൾ കമ്പം എന്ന് പറയും, അതായത് നമ്മൾ സ്റ്റേജ് ഫിയർ ഇതൊക്കെ ഒന്ന് മാറുന്നതിന്, അല്ലെങ്കിൽ ഒരു തലചുരി എപ്പോഴും ആ തലയ്ക്ക് ഒരു മന്ദത എന്ന് പറയും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മാറുന്നതിന് ഇത് സഹായിക്കും. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിയുമെങ്കിൽ നിങ്ങൾ നടത്തുക. ഈ ഒരു വെക്കേഷൻ സമയമാണ്, ജോലി തിരക്കൊക്കെ ഒന്ന് മാറ്റിവെച്ച് പോകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തുക. ഇവിടെ ഈ 2 ക്ഷേത്ര ദർശനം നടത്തുമ്പോഴും ഭഗവാൻ മഹാവിഷ്ണുവിന് മഞ്ഞ പട്ടുടയാട നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം ക്ഷേത്രദർശനത്തിന് ചെല്ലുമ്പോൾ. കൂടാതെ ദക്ഷിണാമൂർത്തി സ്തുതി, ഗുരുഗായത്രി ഇതൊക്കെ ജപിക്കുന്നത് വളരെയേറെ ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും ഭഗവാൻ വ്യാഴത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിനും ഒരു ശാന്തി സമാധാനമൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിനും സഹായിക്കുന്നതാണ്. 2025 ഏറ്റവും പ്രധാനപ്പെട്ട വ്യാഴമാറ്റം മെയ് 14 വരുന്നത്. അതിൽ ഭാഗ്യം കടാക്ഷിക്കുന്ന നക്ഷത്രക്കാരൊക്കെയാണെന്ന് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായി ശ്രമിക്കുക. ആദ്യത്തെ 3 നക്ഷത്രങ്ങൾ കാർത്തിക, രോഹിണി, മകീരം. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം മെയ് 14 വ്യാഴമാറ്റം ഗുണാനുഭവങ്ങളാണ് നൽകുന്നത്. ഗുണമെന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നത്. കാരണം ഇവിടെ വ്യാഴം സന്തോഷം നൽകുന്ന, അല്ലെങ്കിൽ പ്രസരിപ്പ് നൽകുന്ന, മന്ദതയെ മാറ്റുന്ന, എല്ലാ കാര്യങ്ങളും ഊർജ്ജസ്വലമായി എനർജറ്റിക്കായി ചെയ്യാൻ കഴിവ് നൽകുന്ന ഒരു ഗ്രഹം കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി കഴിവോടുകൂടി മുന്നോട്ട് തടസ്സങ്ങളില്ലാതെ പോകാനുള്ള ഭാഗ്യം കൂടിയാണ് ഇവിടെ വ്യാഴം നൽകുന്നത്. വാഹന ഭാഗ്യം കാണുന്നുണ്ട്. വാഹനമില്ലാതെ വിഷമിക്കുന്ന, ഒരുപാട് നാളെ ഒരു വാഹനം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ വാഹനമുള്ളവരാകട്ടെ പുതിയ ഒന്നുകൂടി വാങ്ങണമെന്നുള്ളവർക്കായാലും വാഹന യോഗം കാണുന്നുണ്ട്. എങ്ങനെയായാലും നിങ്ങളുടെ വീട്ടിലൊരു വാഹനം വരേണ്ട ഭാഗ്യം തന്നെയാണ് വ്യാഴം നൽകുന്നത്. അനുകൂല സാമ്പത്തിക സ്ഥിതി ഉണ്ടാകും. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിന്തിക്കും, എൻ്റെ 5 പൈസ ഇല്ല, ഞാൻ എങ്ങനെ വാഹനം വാങ്ങിക്കാൻ, ഇതൊക്കെ ചുമ്മാതെ പറയുന്ന എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും. ചുമ്മാതെ അല്ല, ഇതൊക്കെ ഉണ്ടായിട്ട് തന്നെയാണ് പറയുന്നത്. ഇതൊക്കെ അർത്ഥങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക, നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. വ്യാഴമാറ്റമാണ് വരുന്നത്. വിചാരിക്കുന്നതിലപ്പുറം നേട്ടങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്താൻ പോകുന്നു. അതിന് വലിയ താമസമൊന്നും കാണുന്നില്ല. ആഗ്രഹങ്ങളൊക്കെയും നടക്കുന്നതാണ്. സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഊർജ്ജസ്വലത, മന്ദത മാറ്റിത്തരുന്ന വ്യാഴമാണ് ഇവിടെ അനുകൂലത്തിലെത്താൻ പോകുന്നത്. കുടുംബ ഐശ്വര്യമുണ്ടാകും, കുടുംബ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. എല്ലാ ഭാഗ്യത്തിൻ്റെയും വർധനവാണ് ഇനി നിങ്ങളിലേക്ക് എത്താനായി പോകുന്നത്. കീർത്തി ഉണ്ടാകും, മക്കൾ നിമിത്തം കീർത്തി ഉണ്ടാകുന്നതാണ്. ധനധാന്യാദി ഭാഗ്യം കൂടി ഈ ഒരു സമയത്തുണ്ടാകും. ചില ആളുകൾക്ക് എല്ലാം നേടിയെടുക്കാൻ ഭാഗ്യമുണ്ടാകും, പക്ഷെ അതൊന്നും കഴിക്കാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടാകില്ല. എന്നാൽ ചില ആളുകൾക്ക് ഒന്നും മറ്റുള്ളവർ നേടിയെടുക്കുന്നത് തട്ടിപ്പറിച്ച് എടുത്ത് കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയും എല്ലാത്തിനെയും ഒരു ഭാഗ്യമെന്നാണ് പറയുന്നത്. ഭാഗ്യമില്ലാതെ വരുമ്പോൾ നമുക്കൊന്നും ഒരു യോഗം ഇല്ലാതെ പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ ധനധാന്യാദി ഭാഗ്യമാണ്. ധനം സമ്പാദിക്കാനും ധാന്യങ്ങൾ എന്തിനാണ് കഴിക്കുകയാണ്. പാനാദി സുഖം കൂടിയാണ് ഇവിടെ വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിമിത്തം വരുന്നത്. കുടുംബ സമൃദ്ധി ഉണ്ടാവുകയാണ്, കുടുംബത്ത് ഐക്യം ഉണ്ടാവുകയാണ്, പ്രശ്നങ്ങൾ മാറുകയാണ്, നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനും പോവുകയാണ്. പുണർദം, പൂയം, ആയില്യം. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വ്യാഴം 12 സംക്രമണം നടക്കുന്നത്. അല്പം സാമ്പത്തിക സ്ഥിതിയിൽ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. 12 വ്യാഴം അല്പം ബുദ്ധിമുട്ടുകളൊക്കെ സാമ്പത്തികമായി കൊണ്ടുവന്ന് തന്നേക്കാം. ചില അലച്ചിലുകളൊക്കെ വേണ്ടി വന്നേക്കാം. ഈ ഒരു സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കടം വാങ്ങാനോ മറ്റുള്ളവരിലേക്ക് കടം കൊടുക്കാനോ നിൽക്കാതിരിക്കുക. എന്തെന്നാൽ തിരിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ തിരിച്ചു കിട്ടാനോ ഉള്ള അവസരം നഷ്ടമാകാം. ചിലപ്പോൾ അങ്ങനെ കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും. വിഷമതകളൊക്കെ വന്നു ചേരാനുള്ള ഒരു സാധ്യത കൂടി ഈ ഒരു സമയത്ത്. കാരണം 12 വ്യാഴം അല്പം ബുദ്ധിമുട്ടുകൾ നൽകുന്നതാണ്. ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ആലോചനയില്ലാതെ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ഏത് കാര്യമാണെങ്കിലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ചെറിയ ദൂരമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പോലും 2 പ്രാവശ്യം ചിന്തിക്കുക, അത് പോകണോ, അത് പോയാൽ എനിക്ക് ഗുണമുണ്ടാകുമോ എന്നൊക്കെ ചിന്തനം ചെയ്തതിന് ശേഷം മാത്രം ഏത് കാര്യത്തിനും ഒന്ന് ഇറങ്ങിത്തിരിക്കുക. ചിന്തയില്ലാതെ എടുത്തു ചാടുന്ന ഒരു സ്വഭാവം ചില സമയം പൂയം നക്ഷത്രക്കാരൊക്കെ ഒന്ന് കാണിക്കാറുണ്ട്.
പോയ നക്ഷത്രക്കാർക്ക് അല്പം സ്ത്രീ ആയാലും പുരുഷനായാലും ഇത്തിരി എടുത്ത് ചാട്ടത്തിൽ ദേഷ്യം, വാശി, ശുണ്ഠി ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഈ സമയങ്ങളിൽ ഒന്ന് വിടുതൽ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ ഈ ഒരു സമയം വെക്കേഷനൊക്കെ വരുന്ന സമയമാണ്. ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുക. തിരുപ്പതിയിൽ പോകാൻ സാധിക്കുകയാണെങ്കിൽ അവിടെയും പോകുക. മഹാവിഷ്ണുവിന് മഞ്ഞ പട്ടുടയാട സമർപ്പിക്കുക. അതൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നതിനും ഈ ക്ലേശങ്ങളൊക്കെ ഒന്ന് മാറി നിങ്ങളിലേക്ക് നേട്ടം അനുഭവിക്കുന്നതിനും ഐശ്വര്യം കുടുംബത്തിലേക്ക് എത്തുന്നതിനും സഹായിക്കും. ചിത്തിര, ചോതി, വിശാഖം തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അടുത്തത്. 9ാം ഭാവത്തിലാണ് വ്യാഴത്തിൻ്റെ സ്ഥാനം. അതുകൊണ്ട് തന്നെ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള ഭാഗ്യം കൂടി വ്യാഴമാറ്റം നൽകുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ശോഭിക്കാൻ കഴിയും. നല്ല വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. വിദേശ ഭാഗ്യം തെളിയുന്നതാണ്. വിദേശത്ത് പോയി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത്, വിദേശ ജോലി, ഇനി വിവാഹം കഴിച്ച് വിദേശത്തേക്ക് പോകുന്നതാണെങ്കിൽ എങ്ങനെയായാലും കടൽ കടന്ന് വിദേശത്തേക്ക് പോകേണ്ട ഭാഗ്യമാണ്. ആഗ്രഹങ്ങളൊക്കെയും നിങ്ങളുടെ കാൽച്ചുവട്ടിൽ എത്തിക്കും എന്നതാണ് വ്യാഴത്തിൻ്റെ ഒരു പ്രത്യേകത. 9ാം ഭാവത്തിൽ വ്യാഴം ഇവിടെ നിൽക്കുന്നതിന് ആഗ്രഹിച്ചതൊക്കെയും കൊതിച്ചത് വിധിച്ചതും എത്തും. നിങ്ങൾ കൊതിച്ച കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തും. വ്യാഴം കൊണ്ടുവന്ന് നിങ്ങളുടെ കാൽച്ചുവട്ടിൽ എത്തിക്കും. അത്രത്തോളം ഭാഗ്യദായകമായ സമയമാണ്. യോഗങ്ങളൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. യോഗങ്ങൾ തെളിഞ്ഞെന്നാൽ യോഗങ്ങൾ അനുഭവിക്കാനുള്ള യോഗം കൂടി ഇവിടെ ഉണ്ടാകുന്നുണ്ട്. നേട്ടങ്ങൾ വർദ്ധിക്കുന്നതാണ്. വസ്തു ലാഭം ഉണ്ടാകും. ലാഭത്തിലൊക്കെ വസ്തു കിട്ടും. വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതും നിങ്ങൾക്ക് ലാഭത്തിൽ തന്നെ വിൽക്കാൻ സാധിക്കുന്നതാണ്. വിവാഹ യോഗം ഉണ്ടാകുന്നതാണ്. സന്താന ഗുണം പ്രതീക്ഷിക്കാവുന്നതാണ്. ക്ലേശങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകുന്നതാണ്. ദുരിത നിവാരണം ഇവിടെ വ്യാഴം തന്നെ നേരിട്ട് നടത്തുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദുരിതങ്ങളെ എടുത്തു മാറ്റി അവിടെ നേട്ടങ്ങളും മേന്മയും ശോഭനമായൊരു ഭാവിയും വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിമിത്തം ഉണ്ടാവുകയാണ്. വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക്. ഒരുപാട് ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, കടങ്ങൾ, ബാധ്യതകൾ, പഴിപറച്ചിലുകൾ, കളിയാക്കലുകൾ ഇതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി കേൾക്കാനായി പ്രായത്തിൽ ഒന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമില്ലാതെ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർ ഒരുപാട് അനുഭവിച്ചു. സ്ത്രീകളാണെങ്കിൽ അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ, കുട്ടികൾക്ക് മുഖക്കുരുവൊക്കെ ഉള്ള കുട്ടികൾ വരെ ഉണ്ടാവും. ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ട് പോലും മാറാത്ത അലർജി സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം, ഏതൊക്കെ ഡോക്ടർമാരെ കാണിച്ച് ഇനി ഒന്നും വയ്യ എന്തെങ്കിലും ആവട്ടെ എന്ന് ചിന്തിച്ച ആളുകൾ വരെയുണ്ട്. നിങ്ങൾക്കിനി അതിൽ നിന്നൊക്കെ ഓട്ടോമാറ്റിക്കായി കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ്. അപ്പോൾ മനസ്സ് ടെൻഷൻ അടിക്കാതിരിക്കുക. നല്ല സമയം വരാൻ പോവുകയാണ്. അതിന് മുന്നേ ഉള്ളൊരു കാർമേഘങ്ങളായിരുന്നു ഇതൊക്കെ. അതൊക്കെ മാറും. ഭഗവാൻ മാറ്റുന്നതാണ്. വ്യാഴം മാറ്റുന്നതാണ്. മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ധാരാളമായുള്ള സമയവും കൂടിയാണ് അടുക്കാനായി പോകുന്നത്. അടുത്ത നക്ഷത്രം അവിട്ടം, ചതയം, പുരുരുട്ടാതി നക്ഷത്രം. അടുത്ത കുംഭം രാശിയിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്കും 5ാം ഭാവത്തിലാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം. കുടുംബ ശ്രേയസ് വർദ്ധിക്കും. അഭിവൃദ്ധി വർദ്ധിക്കും. ധനലാഭമുണ്ടാകും. വിദ്യയിൽ ശോഭനമുണ്ടാകും. വിദ്യാവിജയം, വിദ്യ കൊണ്ട് ഗുണം. വിദ്യ ചെയ്യാൻ എല്ലാവർക്കും കഴിയും. പക്ഷേ ആ വിദ്യ കൊണ്ട് ഒരു നല്ല ജോലിയിലെത്താൻ, അതുകൊണ്ട് അങ്ങനെ ജോലിയിലെത്തുമ്പോഴാണ് വിദ്യാവിജയം, വിദ്യാഗുണം ഉണ്ടായി എന്ന് പറയുന്നത്. പഠിച്ചിറങ്ങാൻ ഏവർക്കും സാധിക്കും. പ്ലസ് വാങ്ങിക്കാനും സ്റ്റാർ വാങ്ങിച്ച് പഠിക്കാൻ പറ്റും. പക്ഷേ ആ പഠിത്തം കൊണ്ടൊരു ഉന്നത അധികാര ജോലിയിലെത്താൻ, ഒരു പദവി അലങ്കരിക്കാൻ ഭാഗ്യം കിട്ടണമെങ്കിലും അതൊരു യോഗം തന്നെയാണ്. പഠിച്ചിട്ട് കാര്യമുണ്ട്, പഠിച്ചെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. ഇവിടെ വിദ്യാവിജയം ഉണ്ടാവുകയാണ്. ശോഭനമായൊരു ഭാവി, വിദ്യ കൊണ്ട് കീർത്തി നേടാനുള്ള യോഗം കൂടി വ്യാഴം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ദാമ്പത്യ ഗുണം വർദ്ധിക്കുന്നുണ്ട്. കുടുംബ സമാധാനം ഉണ്ടാകും. കുടുംബത്തിൽ ഐക്യ, നഷ്ടപ്പെട്ടു പോയ ഒത്തൊരുമ വീണ്ടും ഇവിടെ വ്യാഴം നിങ്ങളിലേക്ക് തിരിച്ചെത്തിക്കുകയാണ്. ധനവരവുണ്ടാകുന്നതാണ്. വിവാഹപ്രായമായ ആളുകൾക്ക് വിവാഹ യോഗം തെളിയുന്നുണ്ട്. മികച്ച ആരോഗ്യം, എല്ലാത്തിലും ഉപരി ആരോഗ്യമാണ് വേണ്ടത്. ധനം എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും ആരോഗ്യമില്ലെങ്കിൽ ആ ധനം എടുത്ത് ചിലവഴിക്കാനുള്ള സാധ്യത കുറവല്ലേ. അപ്പോൾ ആ ധനം ചിലവഴിക്കണമെങ്കിൽ കൈക്കെങ്കിലും ആരോഗ്യം വേണം, അല്ലെങ്കിൽ ശരീരത്തിന് ആരോഗ്യം വേണമെങ്കിൽ കടയിൽ പോയി എന്തെങ്കിലും വാങ്ങിച്ച് സ്വന്തം വയറ് നിറയ്ക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യമുണ്ടാകുന്നതാണ്. അതിലുപരി മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി ഉണ്ടാകുന്നതാണ്. അംഗീകാരങ്ങൾ, ഇതുവരെ നഷ്ടപ്പെട്ടു പോയ നേട്ടം, കുടുംബത്തിൽ അല്ലെങ്കിൽ ആളുകളുടെ പൊതുമധ്യത്തിൽ 10 പേരാൽ അംഗീകരിക്കപ്പെടാൻ കഴിയാതെ പോയ ആളുകളും ഉണ്ടാവും. നേട്ടങ്ങളുള്ള ഒരുപാട് കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് നേട്ടമുണ്ടാകുന്ന പല കാര്യങ്ങൾ ചെയ്തു, പലരെയും സഹായിച്ചിട്ട് പോലും 10 പേരുടെ മുന്നിൽ അപഹാസ്യരാകേണ്ട അവസ്ഥകൾ വന്ന ആളുകൾ പോലും ഉണ്ടാകും. ഇവിടെ വ്യാഴം അനുകൂലമാണ്. മന്ദതയെ മാറ്റിത്തരികയാണ്, നേട്ടത്തിലേക്ക് കൊണ്ടുവരികയാണ്, ക്ലേശങ്ങൾക്ക് അവസാനമാവുകയാണ്. 2025 നിങ്ങൾ കൊതിച്ചതുപോലെയുള്ള സമയത്തിലേക്കാണ് നിങ്ങൾ വ്യാഴമാറ്റത്തിലൂടെ അടുക്കാനായി പോകുന്നത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി.